ബ്ലോക്ക് പ്രിൻ്റഡ് എഫക്റ്റിൽ വരുന്ന സ്ക്രീൻ പ്രിൻറ്റ് ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്ന സെമി സിൽക്ക് സാരി, ചന്തേരി ഫിനിഷിൽ വരുന്ന സെമി സിൽക്ക് സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. ഒരു ലോങ് വ്യൂവിലൊക്കെ നോക്കുമ്പോൾ ഇതൊരു ബ്ലോക്ക് പ്രിൻറ്റഡ് കോട്ടൺ സാരിയുടെ സെയിം ലുക്കിൽ വരുന്ന സാരിയാണ്. സെമി സിൽക്ക് ഫാബ്രിക്കാണ്. ഡെയിലി വെയർ കാറ്റഗറി വരുന്ന സാരിയാണ്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ, അതുപോലെ വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്തെടുക്കാനും കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ വാഷ് ചെയ്തെടുത്താലും ഡ്യൂറബിളായിട്ട് വരുന്ന സാരീസിൻ്റെ കളക്ഷൻ. ഇതിൽ ആ പ്രിൻറ്റ് ഡിസൈനും അതിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെയാണ് കേട്ടോ ഈ സാരിയുടെ ഹൈലൈറ്റ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ്, കുറച്ചും കൂടി ചെറിയ പ്രിൻറ്റ്സ് വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഇത്രയും കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ കളേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഡാർക്ക് ഓറഞ്ച് ആൻഡ് ബ്രൗൺ ഷെയ്ഡിൽ, കോഫി ബ്രൗൺ ഷെയ്ഡിൽ കോമ്പിനേഷനിൽ വരുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. ഇതിൽ ആ ഒരു ബാത്തിക് പ്രിൻറ്റിൻ്റെ പോലെ, ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് വരുന്ന പോലെയുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുവാണ് കേട്ടോ. ഫാബ്രിക് വരുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെമി സിൽക്ക് കാറ്റഗറി വരുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഫിനിഷ് വരുന്ന ഒരു ചന്തേരി സാരീസിൻ്റെ ഫിനിഷാണ്. പല്ലു ഡീറ്റെയിലിംഗ് ഉണ്ട്. പല്ലു ഡീറ്റെയിലിംഗ് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഒരു ഷെയ്ഡഡ് ഇഫക്റ്റിൽ, ഈ ഒരു ഡിപ് ഡൈഡ് പോലെ വരുന്ന ഒരു ഇഫക്റ്റിലാണ് ഈ പല്ലുവിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. അതിലും ഒരു ട്രഡീഷണലായിട്ട് ബ്ലോക്ക് പ്രിൻറ്റഡ് പാറ്റേൺസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് പല്ലുവിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കാം. കളർ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ, ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. ഒലീവ് ഗ്രീൻ ടോൺ, അതുപോലെ തന്നെ ഇൻഡിഗോ കളർ, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. ഇത്രയും കളേഴ്സ്, 4 കളേഴ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒലീവ് ഗ്രീൻ കാണാം. ഒലീവ് ഗ്രീൻ ടോണിൽ ഇതിൻ്റെ കൂടെ ആ ഒരു കളർ കോമ്പിനേഷന് മാച്ചിങ് ആയിട്ടുള്ള ടാസിൽസ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ഒലീവ് ഗ്രീൻ ടോണിലുള്ള ടാസിൽസാണ്, സിൽക്ക് ത്രെഡ് കൊണ്ടുള്ള ടാസിൽസാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് അടുത്ത കളർ ഓപ്ഷൻ. ഒലീവ് ഗ്രീൻ ടോൺ വിത്ത് ഒരു ഡാർക്കർ ഒലീവ് കളറിൽ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ സെയിം തന്നെയാണ്, ഡിഫറെൻറ്റ് കളർ. ഇത് ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പോലെയും അല്ലെങ്കിൽ ഒരു ബാത്തിക് പ്രിൻറ്റിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് വരുന്നുണ്ട് കേട്ടോ. ലോങ്ങർ വ്യൂവിൽ ഇത് പ്യുവർ കോട്ടൺ സാരിയുടെ അതേ ലുക്ക് ആൻഡ് ഫീലിൽ വരുന്ന സാരിയാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SPP 211 ആണ്. 1019 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. SPP 211 1019 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് മെറ്റീരിയൽ ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ, കൊച്ചു ഡയമണ്ട് ഷേപ്പിലുള്ള പാറ്റേൺസ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ട് ഇതുപോലൊരു ബോർഡർ പാറ്റേൺ ഒക്കെ വന്നേക്കുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് അടുത്ത കളർ ഓപ്ഷൻ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇൻഡിഗോ ഡാർക്ക് ആൻഡ് ലൈറ്റർ കളറിൽ വന്നേക്കുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. സാധാരണ നമുക്ക് ഇൻഡിഗോ സാരീസ് വാങ്ങുമ്പോഴൊരു കൺസേൺ, പ്യുവർ കോട്ടണിൽ വരുന്ന ഇൻഡിഗോ സാരീസ് വാങ്ങുമ്പോഴൊരു കൺസേൺ ഇത് കളർ ബ്ലീഡ് ചെയ്യുന്നതാണ്. എന്നാൽ ഇത് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത് വന്നേക്കുന്ന സെമി സിൽക്ക് കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ച അതേ ഇഫക്റ്റിലെ ലുക്കിൽ തന്നെ നമുക്ക് വളരെ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. അപ്പം ഇത് അടുത്ത ഓപ്ഷൻ. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വന്നേക്കുന്നതും പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയലാണ്. ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ ഡീറ്റെയിലിംഗ് കേട്ടോ. ഈ ഒരു കൊച്ചു ഫ്ലോറൽ പ്രിൻറ്റും സ്ലീവ്സിൻ്റെ എഡ്ജസിൽ ഇതുപോലെ ഉള്ള ഒരു പാറ്റേണും കൂടെ വന്നേക്കുന്ന ബ്ലൗസിൻ്റെ മെറ്റീരിയൽ. SPP 211 ആണ് പ്രോഡക്റ്റ് കോഡ്. ആൻഡ് പ്രൈസ് വരുന്നത് 1019. നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് കേട്ടോ. ഇതിലും പ്രിൻറ്റ് ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. ആൻഡ് അതിലെ കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഇതുപോലെ ഗ്രേയിൽ ഈ സെയിം നമ്മൾ ഇതിനു മുമ്പ് കണ്ട എല്ലാ വേരിയൻസിലുള്ള സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ഒരു ഗ്രേ ടോണിൽ ബ്ലാക്ക് കളർ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ്, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയർ കാറ്റഗറിയിൽ ഉടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ചേർച്ചിൽ ഉടുക്കാനും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. നല്ല ആ കോട്ടൺ സാരിയുടെ ലുക്കുണ്ട്, താനും മെയിൻ്റനൻസ് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ഒരു ഫിനിഷ് വരുന്നത് ഒരു ചന്തേരി സാരീസിൻ്റെ ഒക്കെ ആ സെയിം ഫോളും ഫിനിഷും ഒക്കെയാണ് വന്നിരിക്കുന്നത്.
പ്രോഡക്റ്റ് കോഡ് വരുന്നത് SPP211 ആണ് പ്രോഡക്റ്റ് കോഡ് വരുന്നത്. 1019 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഡിസൈനേഴ്സ് മാത്രമല്ല, ഇപ്പം ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സ്, വീവേഴ്സിന്റെ ഒക്കെ ആൾക്കാർ പിൻട്രസ്റ്റ് കയറി തുടങ്ങി കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന റെഫറൻസ് പിൻട്രസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് പവർലൂമിൽ കോട്ടണിനകത്ത് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസ്, പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, നമ്മുടെ കസ്റ്റമേഴ്സിന് കാണുമ്പോൾ തന്നെ അതിന്റെ ഭംഗി. ശരിക്കും ഇതൊരു ഞാനിങ്ങനെ ഏത് കളർ എന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ഓഫ് വൈറ്റ് അവിടെ പിന്നെ ഒരു സേഫ് പ്ലേ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുക്കാം. ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് ലുക്കിൽ പോകാനായിട്ട് ഏറ്റവും ക്ലാസി ലുക്ക് എന്ന് പറയുന്നത് വൈറ്റ്സ് ആണ്. ഇതിന്റെ കൂടെ ഇപ്പം ഗോൾഡൻ ടിഷ്യൂവിന്റെ ഒരു ബ്ലൗസ് ആണെങ്കിലും ഗ്രേ കളറിലെ ഇക്കത്തിന്റെ ഒരു ബ്ലൗസ് ആണെങ്കിലും ഇതിന്റെ സെയിം ബ്ലൗസ് വിതൗട്ട് വർക്കിൽ സിമ്പിൾ ആയിട്ട് ഗോൾഡ് ആൻഡ് ഗ്രേ കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് പോവുകയാണെങ്കിലും ഭയങ്കര രസമായിരിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 4 ഡിഫറെൻറ്റ് സാരീസും ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസാണ്. എല്ലാം സെയിം വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന സാരീസാണ്. ഓരോന്നിൻ്റെയും കൂടെ പെയർ ചെയ്യുന്ന കളർ പാലറ്റിനകത്താണ് അതിൻ്റെ ഭംഗി വന്നേക്കുന്നത്. ഇപ്പോൾ വൈറ്റിനകത്ത് ഗ്രേയിഷ് ബ്ലാക്കും അതുപോലെ തന്നെ ഗോൾഡൻ ജെറിയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഗൗരി വെയർ ചെയ്തേക്കുന്നതാണെങ്കിൽ മെഹന്തി അല്ലേ, അത് ആക്ച്വലി ബ്ലാക്ക് യാൻസിൻ്റെ കൂടെ നല്ല ഡാർക്ക് ചിക്കുവിൻ്റെ ഒരു ഡബിൾ ടോണാണ് വന്നേക്കുന്നത്. വെരി യുണീക്ക് കളർ, ശരിക്കും ഭംഗിയാണ്. നമുക്ക് സ്റ്റാർച്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു കോട്ടൺ സാരീസ് കൊടുക്കത്തില്ലേ, ഫ്ലീറ്റ്സിന്റെ പോർഷനൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സാരീസിന്റെ കളക്ഷൻ. ഇതൊരു ലൈറ്റർ വീവിംഗ് സ്റ്റൈലിൽ വന്നേക്കുന്ന സാരിയാണ്, കോട്ടൺ സാരി. കോട്ടൺ സാരീസ്, പ്യുവർ ആയിട്ടുള്ള കോട്ടൺ സാരീസിൽ ജെറിയുടെ ഒരു ലൈറ്റർ കോമ്പിനേഷൻ കൊണ്ടിരിക്കുന്നു. ആൻഡ് പല്ലുവിന്റെ പോർഷനും അതേപോലെ തന്നെ ജോമെട്രിക്കൽ ഡിസൈൻസിൽ നല്ല ഭംഗിയായിട്ട് വന്നേക്കുന്ന പല്ലുവെക്കും. അതിനകത്താണെങ്കിൽ ഓറഞ്ച് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ ആണ്. അത് ബ്രൈറ്റ് ഷെയ്ഡ് ആണ്, പക്ഷെ ഒത്തിരി ലൗഡ് ആയിട്ടല്ല നിൽക്കുന്നത്. ഭയങ്കര രസമുള്ള കോമ്പിനേഷൻസ് ആണ്. മസ്റ്റ് ബൈ കാറ്റഗറിയിൽ തന്നെ വെക്കാം. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1909 ആണോ? അത്രേ ഉള്ളൂ. 1909 പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ശരിക്കും കോട്ടൺ സാരീസിൽ നമ്മൾ നല്ല കോട്ടൺ സാരീസിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ആ ഒരു പ്യുവർ കോട്ടൺ സാരീസ്, അതായത് നമ്മുടെ നേരിമംഗലം, പോച്ചമ്പള്ളി, പൊള്ളാച്ചി സൈഡിലുള്ള പ്യുവർ കോട്ടൺ സാരീസിന്റെ ആണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഒരു കോട്ടൺ സാരി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കോട്ടൺ സാരീസ് ഉടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൺസേൺസ് ഉണ്ട്. പറന്ന് നിൽക്കുന്നതിന് നമുക്ക് ലോവർ പോർഷനിലും അപ്പർ പോർഷനിലും ഒരേപോലെ പ്ലീറ്റ് എടുത്തിട്ട് പിൻ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത അയൺ പോലും ചെയ്യേണ്ട, കൈ വെച്ച് അല്ലെങ്കിലും നമുക്ക് അങ്ങനെ ലൈറ്റ് ടു മീഡിയം സ്റ്റാർച്ചിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിരിക്കും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണിച്ചു. നെക്സ്റ്റ് ഷെയ്ഡിങ് തന്നേക്കാം. അപ്പോൾ ഇതും ആ ഒരു ഡാർക്ക് ചിക്കുവിന്റെ കൂടെ മെറൂൺ റെഡ് കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. പിന്നെ ഈ വൈറ്റ് ഒരു കോട്ടൺ സിൽക്കിന്റെ ഒക്കെ ഒരു ഫീലാണ് ഈ ഡബിൾ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് എപ്പോഴും. ഗൗരി അത് അങ്ങനെ തന്നെ വെച്ചോ, ഞാൻ ഓരോ കളേഴ്സും കാണിക്കാം. കാരണം പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ലുക്ക് ഒരു ഇച്ചിരി ഒന്ന് ഇങ്ങോട്ട് തിരിയുവാണെങ്കിൽ ആ പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലുക്കും കൂടെ കസ്റ്റമേഴ്സിന് കാണാമായിരുന്നു. ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട്, കാരണം ആ പ്ലീറ്റ് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന പ്ലീറ്റ് ലുക്കിലാണ് ഇത് വന്നേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതും ആ ഒരു ബ്ലാക്ക് യാൻസിനകത്ത് ഗോൾഡൻ കളറാണ്. നമ്മുടെ മുഖമൊക്കെ ആണോ? അല്ലെങ്കിലും നല്ലപോലെ വണ്ണം വെച്ച് തുടുത്തായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഇതുപോലത്തെ ഇൻഡിഗോ അജ്രക് ബ്ലൗസസിന്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും. കോമ്പിനേഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. കാരണം ബ്രിക്ക് റെഡ് കോമ്പിനേഷന്റെ കൂടെ ബ്ലാക്ക് ഒക്കെ വരുന്ന പ്രിന്റ്സ് ആണെങ്കിൽ നല്ല ഭംഗി സ്റ്റൈലായിരിക്കും കേട്ടോ. അതൊക്കെ ഇക്കത്തിന്റെ ബ്ലൗസും നല്ലതായിരിക്കും. അതെ, ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്. ആൻഡ് ലാസ്റ്റ് വൺ, മൈ ഫേവറേറ്റ് കളർ. അടുത്ത കളർ വന്നേക്കുന്നത് എനിക്ക് വൈറ്റ് ആട്ടോ ഇഷ്ടപ്പെട്ടെ. മാം ആദ്യമേ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു വൈറ്റ് എടുക്കണോ ഗ്രേ വേണോ എന്നുള്ളത്, ആദ്യമേ എടുത്ത് വയ്ക്കുന്നതായിട്ട്. എനിക്കെന്തോ വൈറ്റ് ഇഷ്ടപ്പെട്ടെ. അവിടെ ഗ്രേ ഇഷ്ടപ്പെടത്തുള്ളൂ. എനിക്ക് ഗ്രേ ഇഷ്ടപ്പെട്ടു. വൈറ്റും എനിക്ക് ഇഷ്ടമല്ലെന്നല്ല. അപ്പം ഗ്രേ ആണെങ്കിലും മറ്റേ ബാംബു കോറലിന്റെ റെഡ് ലെയർ മാലയില്ലേ, അതൊക്കെ ഇട്ട് പ്ലെയിൻ ഗ്രേ കളർ ബ്ലൗസ് ഒക്കെ ഇട്ട് കൊടുത്തു പോയി നല്ല ക്ലാസ്സായിരിക്കും, നല്ല രസമായിരിക്കും കേട്ടോ. ഞാനിപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് പറയുകയാണ്, നമുക്ക് ഇങ്ങനത്തെയൊക്കെ സാരീസ് നമ്മൾ എപ്പോഴും പാർട്ടി വെയർ നമ്മൾ എടുത്ത് പറയാറുണ്ട്. നമ്മൾ ഇപ്പോൾ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് സസ്റ്റൈനബിൾ ഫാഷൻ എന്നുള്ളത്. സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തവണ ഉടുത്തത് നമ്മൾ പിന്നീട് ഉടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഉടുക്കുന്നുണ്ട്.
പല ബ്ലൗസസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി സസ്റ്റൈനബിൾ. ഒരു സാരീനെ തന്നെ മൾട്ടിപ്പിൾ ലുക്സിൽ വെയർ ചെയ്യാന്നുള്ളത്. ഇപ്പം ഈ സാരിക്ക് വിത്ത് ബ്ലൗസിന്റെ കൂടെ ഒരു സ്റ്റൈലിംഗ് ചെയ്യാം, ബ്ലാക്ക് ബ്ലൗസിന്റെ കൂടെ ഒരു സ്റ്റൈലിംഗ് ചെയ്യാം, ഇക്കത്ത് ബ്ലൗസിന്റെ കൂടെ ഒരു സ്റ്റൈലിംഗ് ചെയ്യാം, കലംകാരി ബ്ലൗസിന്റെ കൂടെ ഒരു സ്റ്റൈലിംഗ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ ഓരോരോ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ അജ്രക്ക് ഒക്കെ ഭയങ്കര രസമായിട്ട് വരും. കാരണം ഈ കോമ്പിനേഷൻസ് നമ്മൾ അതുമായിട്ടൊന്ന് മേർജ് ചെയ്താൽ മതി. ഇപ്പം ഗ്രേയുടെ കൂടെ ആണെങ്കിൽ ബ്ലൂ, വൈറ്റ്, റെഡ്, മസ്റ്റേർഡ് യെല്ലോ, എല്ലാ കളേഴ്സും നമുക്ക് ഫെയർ ചെയ്യാൻ പറ്റും. ഇപ്പം അതിന്റെ കൂടെ ആണെങ്കിലും ഗൗരിക്ക് ഓറഞ്ചും ബോട്ടിൽ ഗ്രീനും ഒക്കെ പോകും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റൈൽസ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ബ്ലൗസസും ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ BM കോഡിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ സാരി ജസ്റ്റ് 1909 ആണ് പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ആൻഡ് BM UDF 140 എന്ന കോഡിലാണിത് അവൈലബിൾ. UDF 140 എന്ന കോഡിൽ ജസ്റ്റ് 1909 അല്ലേ? ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് ട്രഡീഷണൽ ലുക്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ട്രഡീഷണൽ ലുക്കാണ്. നമ്മൾ ഇതേപോലെയൊക്കെ കൂടുതലും ചിലപ്പോഴൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ ആയിരിക്കും എടുക്കാറുള്ളത്, അല്ലെങ്കിൽ വർക്ക് ചെയ്തൊക്കെ എടുക്കാറുണ്ട്. ഇങ്ങനത്തെ ഉള്ള ഒരു നെക്ക് ലൈൻ പാറ്റേൺ ഒക്കെ വരുന്നത്. അപ്പോൾ ദിസ് ഇസ് വെരി സിമ്പിൾ വർക്ക്, മിനിമൽ വർക്കാണ്. ഭയങ്കര ക്ലാസിക് ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 കളേഴ്സിലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഹോൾ സ്റ്റൈൽ ഇസ് വെരി എലഗൻറ്റ്, ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കോട്ടൺ സിൽക്ക് വിത്ത് സ്ലബ് വീവിങ് പാറ്റേൺ വിത്തൗട്ട് ലൈനിങ്, സൈഡ് സ്ലിറ്റ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. കോളർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫോർ എ വർക്ക് ഡേ യു ക്യാൻ ആക്ച്വലി വെയർ ഇറ്റ്. ആൻഡ് ദ കളേഴ്സ് ആർ വെരി പ്രിറ്റി. ഒരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡിഷ് പിങ്കിൻ്റെ കൂടെ വയലറ്റ് ഷെയ്ഡിൽ ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. വിത്ത് ദാറ്റ് സീക്വൻസും സെറിയും രണ്ടിൻ്റെയും വർക്കിൻ്റെ അകത്ത് കളർ വന്നിരിക്കുന്നത്, ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് സെറിയാണ്, സെയിം ഷെയ്ഡ് തന്നെയാണ്, ഓഫ് വൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ആ ഒരു കോളറിൻ്റെ ആ ഒരു പാനൽ വന്നിരിക്കുന്നതിൻ്റെ അകത്തും റൈസ് സ്റ്റിച്ചസ് പോലെയുള്ള, റൈസ് സ്റ്റിച്ചിൻ്റെ അത്ര തിക്കല്ല, ലൈറ്റായിട്ട് അല്ലെങ്കിൽ ഒരു കാന്താ വീവിങ് പോലെയുള്ള വർക്ക് എൻ്റെ അകത്ത്, എംബ്രോയിഡറി വർക്ക് എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് സോളിഡ് ആണ്, അതിനകത്തും റൗണ്ട് ചെയ്ത് ഈ ഒരു വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 1199 റേഞ്ചിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വരുന്നത്. ഇത് നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ ഒരു ഈസി ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ. ബിലോ കാഫ് ലെങ്ത് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാഫ് ലെങ്ത് എല്ലാവർക്കും കിട്ടുന്ന ലെങ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. വിതൗട്ട് ലൈനിങ്, സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ വിത്ത് 3/4 സ്ലീവിൽ വരുന്ന കളക്ഷൻ. RGA 243 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആണ് ഓൾറെഡി. ആൻഡ് നമ്മളുടെ എല്ലാ സ്റ്റോഴ്സിലും ഔട്ട്ലെറ്റ്സിലും ഈ കളക്ഷൻ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. ഓണത്തിനൊക്കെ നല്ലൊരു ലുക്കാണ് കേട്ടോ. ഈവൻ ഫോർ യുവർ കോളേജ് ഡേയ്സ് ഓർ വർക്ക്, നമുക്കൊരു സെലിബ്രേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാര് വിത്ത് എ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആസ് വെൽ ഇറ്റ് വിൽ വർക്ക്.